നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 15 മാസമായി നരകയാതന അനുഭവിച്ചു കഴിഞ്ഞ 3 പേർ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ആദ്യം നടത്തിയ ബന്ദി കൈമാറ്റത്തിലാണ് 3 വനിതകളെ ഹമാസ് കൈമാറിയിരിക്കുന്നത്. ഡോറോൺ സ്റ്റെൻബ്രച്ചർ, എമിലി ദമാരി, റോമി ഗൊനോൻ എന്നിവരാണ് ഇസ്രായേൽ സ്വന്തം ജന്മനാട്ടിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 9:30 കൂടിയിട്ടാണ് ഇസ്രായേൽ അതിർത്തിയിലെത്തിച്ചത് ഇവരെ. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം തടവുകാരെ ഹമാസ് ഭീകരർ റെഡ് ക്രോസ് സംഘടനയ്ക്കാണ് കൈമാറിയത്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ് അവിടെ നടന്നത്. മുഖം മുഴുവൻ മൂടിക്കെട്ടിയാണ് ഹമാസ് ഭീകരർ ബന്ദികളെ കൈമാറാൻ എത്തിയത്. 3 പേരെയാണ് ആദ്യഘട്ടമായി കൈമാറിയത്. ചുറ്റിലും കറുത്ത വസ്ത്രമണിഞ്ഞ് അതിനുശേഷം മുഖം മുഴുവൻ മൂടിക്കെട്ടി ഹമാസിന്റെ ചിഹ്നം സൂചിപ്പിക്കുന്ന ഒരു റിബൺ തലയിൽ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസും വെച്ചിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണാത്ത രീതിയിലാണ് ഹമാസ് എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആദ്യഘട്ടമായിട്ടാണ് 3 പേരെ ഇത്തരത്തിൽ കൈമാറിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. റെഡ് ക്രോസ് വാഹനത്തിലേക്ക് ബന്ദികളെ എത്തിക്കുന്ന ഹമാസ് തോക്കുകളുമായിട്ടാണ് എത്തിയത്. ആയുധധാരികളായ ഹമാസ് മുദ്രാവാക്യം വിളിക്കുന്നതും ആർപ്പുവിളികൾ നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ 417 ദിവസം ഹമാസിന്റെ തടവിൽ കഴിഞ്ഞിരുന്ന ബന്ദികളാണ് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബന്ദികളെ കൊണ്ടുവരികയെന്ന വാഹനത്തിനുള്ളിൽ നിന്നും തല പുറത്തേക്കിട്ട് ഹമാസ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ബന്ദികളെ വാഹനത്തിൽ നിന്ന് പുറത്തെത്തിച്ച് റെഡ് ക്രോസിന്റെ വാഹനത്തിലേക്ക് അവരെ കയറ്റാൻ നന്നേ ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ആരോഗ്യനില ഡോക്ടർമാർ പരിശോധിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ പ്രകാരം ദിവസവും 3 ബന്ദികളെയാണ് മോചിപ്പിക്കുന്നത്. 95ഓളം പാലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ സൈന്യം കൈമാറി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന്റെ തൊട്ടു പിന്നാലെ ഹമാസ് തോറ്റ് തുന്നം പാടിയതൊക്കെ മറന്ന് ഗാസയിലെ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനവും നടത്തിയിട്ടുണ്ട്. AK-47 തോക്കുകളും ഹമാസിന്റെ പച്ച പതാകയും ഉയർത്തിക്കാട്ടിയായിരുന്നു ഇവർ പ്രകടനം നടത്തിയത്. ജൂതന്മാരെ എടുക്കാൻ മുഹമ്മദിന്റെ സേന എത്തുന്ന ആർപ്പ് വിളികളോടെയാണ് ഇവർ പ്രകടനം നടത്തിയത്. ഇത് വീണ്ടും ഇസ്രായേലിനുള്ള ഒരു സൂചനയാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയും എല്ലാം മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ചർച്ചകളെ കളിയാക്കുന്ന തരത്തിലാണ് ഹമാസ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പലരും ആരോപിക്കുന്നത്. ഹമാസ് തലവനായിരുന്ന കൊല്ലപ്പെട്ട യഹ്യ സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ വീണ്ടും ഹമാസിനെ പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടത്തുന്നതായും സൂചനയുണ്ട്. അതാണ് ഹമാസിന്റെ ഈ ഒരു മുദ്രാവാക്യങ്ങളിലൂടെ തെളിഞ്ഞു കാണുന്നത്. ഏതായാലും സിൻവറിന്റെ ശരീരമടക്കം ഇപ്പോഴും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല. അതിനെ ചൊല്ലിയും കരാറിന്റെ സമയത്ത് വിലപേശൽ നടന്നിരുന്നു. പക്ഷേ നിലവിൽ യഹ്യ സിൻവറിന്റെ ശരീരം വിട്ടു നൽകുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും ഇസ്രായേൽ നടത്തുന്നില്ല. ഇത്തരത്തിൽ ആയുധങ്ങളുമായി ഹമാസ് പ്രകടനം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾക്കൊടുവിലും പരാജയങ്ങൾക്കൊടുവിലും വീണ്ടുമാണ് ആവർത്തിച്ച് നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറും അതുപോലെ തന്നെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നീക്കം നടന്നത്. ഹമാസ് വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് എന്നതിന്റെ സൂചനയായി ഇതിനെ കണക്കാക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അടുത്ത 6 ആഴ്ചകളിലായിട്ടാണ് ബന്ദികളെ കൈമാറാൻ ധാരണയായിട്ടുള്ളത്. ഏതായാലും ഹമാസ് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുമെന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുത്താനുള്ള യുദ്ധ ക്യാബിനറ്റ് അടക്കം അദ്ദേഹം അവസാന നിമിഷം മാത്രം വിളിച്ചത്. അവസാന നിമിഷവും അദ്ദേഹം താക്കീത് നൽകിയത് എന്തെങ്കിലും പ്രകോപനപരമായിട്ടുള്ള നീക്കം ഹമാസ് നടത്തിയാൽ പിന്നെ അവരുടെ അന്ത്യമായിരിക്കും കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഹമാസിന്റെ പ്രകടനത്തിൽ നിന്നും 6 മാസം കഴിഞ്ഞാൽ അതിലും ശക്തിയായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഏതായാലും ഇസ്രായേലും കരുതി തന്നെയാണ് ഇരിക്കുന്നത്. 3 വനിതാ ബന്ദികളെയാണ് ആദ്യഘട്ടത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. ഇവരിൽ ഒരാൾ ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള ആളാണ്. ഇവരുടെ പേര് വിവരങ്ങളും ഹമാസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലി ഡമാരി, ഡോറോൺ സ്റ്റീൻ ബെക്കർ, റോമി ഗോനൻ എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ടത്.
2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഇസ്രായേൽ സൈന്യത്തിന്റെ അകമ്പടിയോടെയാണ് ഇവരെ മടക്കിക്കൊണ്ടുപോയത്. മൂവരെയും ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ എത്തിയിരുന്നു. യുവതികളുടെ അമ്മമാർ ഉൾപ്പെടെയാണ് എത്തിയത്. ഇവരുടെ കാത്തിരിപ്പിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ നിമിഷങ്ങൾ IDF പങ്കുവച്ചു. ജോറാൻ സ്റ്റെൻബ്രച്ചർ 31-കാരിയാണ്. ഇവരെ ഫാർ അസമയിൽ നിന്നാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഇവർ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. മകൾക്ക് മെഡിക്കൽ സഹായം ഹമാസ് നൽകുന്നില്ലെന്ന് നേരത്തെ ഇവരുടെ കുടുംബം റെഡ് ക്രോസിനോട് പരാതിപ്പെട്ടിരുന്നു. ദമാരിയയെ വീടിനുള്ളിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. ഇവരുടെ നായയെ ഹമാസ് സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇവരുടെ കൈക്കും ഹമാസ് വെടിയുതിർത്തു. ദമാരിയയുടെ കാറിൽ തന്നെയാണ് ഇവരെ കടത്തിയത്. റോമി ഖനെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടയിൽ വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ആദ്യ പട്ടികയിൽ അവശേഷിക്കുന്ന 30 പേരെയും ഉടൻ തന്നെ മോചിപ്പിക്കും. അവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും രോഗികളുമാണ്. അതിനിടയിൽ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.